ഹലോ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന വഴി ഒരു മാവിൻ്റെ തോട്ടത്തിൽ കയറിയേ. മാങ്ങ നിൽക്കുന്നുണ്ടോ? ഇതാ എനിക്ക് കൈ എത്തുന്നു, കണ്ടോ? കൈ എത്തുന്നു മാങ്ങ. ഇഷ്ടംപോലെ മാവുണ്ട്. അല്ല, ഞങ്ങളത് മാങ്ങ മേടിക്കാൻ അങ്ങോട്ട് കയറിയേ. കണ്ടേ നിൽക്കുന്നുണ്ട്, എല്ലാം നമുക്ക് കൈ എത്തുന്ന ദൂരത്ത് നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മാങ്ങ. ഇവിടെ തന്നെ എരുമയുണ്ട്, ആടുണ്ട്, പട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. കണ്ടോ? ഇഷ്ടം പോലെ. താഴെ തന്നെ മാങ്ങ നിൽക്കുന്നുണ്ടോ? അല്ല, നമ്മൾ കയ്യെത്തുന്ന ദൂരത്തോളം നമുക്ക് പിച്ച് തിന്നാം. ഇഷ്ടം പോലെ മാവുണ്ട്, ഇഷ്ടം പോലെ. എന്താ നിൽക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ. ഇതെല്ലാം ഇവിടുത്തെ ബൈങ്ങൻ പള്ളിയാണ് കൂടുതൽ നിൽക്കുന്നത്. ബൈങ്ങൻ പള്ളിയാണ്, കണ്ടോ? ഒന്നിച്ച് നിൽക്കുന്നുണ്ടോ? അതെ, എല്ലാം താഴെ നിൽക്കുക. ഇതെല്ലാം വിളഞ്ഞ് നിൽക്കുക. ഉണ്ട് എല്ലാം താഴെയാണ് നിൽക്കുന്നത്. അല്ല, ഒരു വില 40 രൂപ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ കൊടുത്ത 32 രൂപയ്ക്കല്ലേ. അണ്ട് നിൽക്കുന്നുണ്ടോ? കൊച്ചു പിള്ളേർക്ക് കുനിഞ്ഞിന്ന് പിച്ച അല്ലേ കാണാം. അതൊരു മാങ്ങ വീണ് കിടക്കുന്നു, പഴുത്തത്. നമ്മൾ തൊടുന്നില്ല, വല്ലതും ചെടിയല്ലേ. ഹലോ, ബൈങ്ങൻപള്ളി മാംഗോസ് ഡയറക്റ്റ് ഫ്രം ദ ഫാം. ഇത് കുറച്ച് പഴുത്തതും ഉണ്ട്. ഓരോ മാങ്ങയുടെ സൈസ് നോക്കേ. ഇത് തന്നെ ഒരു 1-1.5 കിലോ ഉണ്ട് ഈ മാങ്ങ. അത് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി അവിടെ തോട്ടത്തിൽ കയറി പറിച്ച് തന്നെ അവർ ഡയറക്റ്റ്. അവർ മരുന്നും ഒന്നും അടിക്കാത്തത്. അത് ഞാൻ അവിടെ തന്നെ എരുമയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവിടുന്ന് കുറച്ച് കാച്ചുണ്ട്, എന്താ പറയുന്നത്, ഇതിന് ഹസ്ക് കൊണ്ടുവന്ന് ഞാൻ അത് കൊണ്ടുവന്ന് ഈ ഡ്രമ്മിനകത്തിട്ട് ഞാൻ അത് സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. അത് പഴുക്കാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. നോക്കണേ, ഇതങ്ങോട്ടിടും. വേണ്ടേ, ഇത് അതിലോട്ട് അകത്തോട്ടിട്ട് നമുക്കിനി മാങ്ങ പറക്കി അതിലോട്ട് വെക്കാം. ഉണ്ടോ? അങ്ങനെ ഞാൻ പഴുപ്പിക്കാൻ വെക്കുകയാണ്. 10 കിലോ മാങ്ങ വാങ്ങിച്ചു. എല്ലാവരും കാണണം. ഇവിടെ ഇഷ്ടംപോലെ ഫാം ഹൗസൊക്കെ ഉണ്ട്, നമുക്ക് വാങ്ങിക്കാം.